Welcome to Royal Casino. There will be no rules. Okay. Unlimited money, unlimited gambling. ഇനി ആരാ വരാനുള്ളത്? ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കന്മാരാണ്. അപ്പഴേ പത്രക്കാരുടെ അതെല്ലാം ശരിയാ തന്നെ. നാളത്തെ എല്ലാ പത്രങ്ങളിലും വെണ്ടക്കയിലും മത്തങ്ങയിലുമാണ് വരാൻ പോകുന്നത്. ആ സ്ഥാപനത്തിനും അക്രമികൾക്കുമായി എന്തെങ്കിലും ബന്ധമില്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. എങ്കിൽ ഇപ്പോൾ തന്നെ പോലീസ് പാർട്ടിയുമായി ചെന്ന് അവിടെ ഒരു സെർച്ച് നടത്തിയാൽ പോരെ. അങ്ങനെയൊന്നും അവരെ പിടിക്കാൻ കഴിയുന്നു വരില്ല. അക്രമികളാണെങ്കിലും അവരൊക്കെ ബുദ്ധിമാന്മാരാണ്. വേരോടുകൂടി തന്നെ ഈ സംഘത്തെ പിഴുതെടുക്കണമെങ്കിൽ വളരെ ആലോചിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എന്താ ആ വെടിയുണ്ട് എന്റെ നേരത്തല്ലേ വരുന്നത്? മാറിക്കളയാം. Unlimited laughing. കേരളത്തിലെ മാധ്യമ സിൻഡിക്കേറ്റുമായി കൂട്ടുചേർന്ന് കറക്ക് കമ്പനി പടച്ചുവിടുന്ന ഇല്ലാത്ത വാർത്തകളിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇല്ലാത്ത വാർത്തകളിലേക്ക് സ്വാഗതം. ആനക്കൊമ്പ് വിവാദത്തിന് പുറമെ മോഹൻലാലിന്റെ പപ്പടവും വിവാദത്തിലേക്ക്. പപ്പടം വേണ്ടേ? പപ്പടം ഓണത്തിനോ സംക്രാന്തിക്കോ വേണ്ടി മാത്രമല്ല, എന്നും ഉപയോഗിക്കാം. ലോകത്താദ്യമായി എണ്ണ വേണ്ടാത്ത പപ്പടം. എണ്ണ വേണ്ടായോ? എന്റെ പപ്പടത്തിന് എണ്ണ വേണ്ട. എന്റെ പപ്പടം ഈ നാട്ടിലെ എല്ലാ ആളുകളും കണ്ടിരിക്കണം. കണ്ടിരുന്നാൽ മാത്രം പോരാ, തിന്നുകയും വേണം. ഈ പ്രദേശത്തെ എല്ലാ വീട്ടിലും എന്റെ പപ്പടത്തിന്റെ പൊരിച്ച മണം അടിക്കണം. ഓണം, വിഷു, റംസാൻ, ഈസ്റ്റർ എല്ലാ വിശേഷ അവസരങ്ങളിലും ഇവന്റെ പപ്പടം. ഇത് ഓണത്തിന് മാത്രം തിന്നേണ്ടതല്ല, ആർക്കും എപ്പോഴും 5 നിമിഷത്തിനകം തിന്നാവുന്നതാണ് എന്റെ പപ്പടം. പിന്നെ നമ്മുടെ പപ്പടത്തിന് നല്ല മാർക്കറ്റാ. പപ്പടത്തിന് തരാൻ കാശൊന്നും കാശായിട്ട് തരണമെന്നില്ല. മോഹൻലാൽ പപ്പടം. എന്റെ പപ്പടം കാശായിട്ട് തരണമെന്നില്ല. ഒരു കെട്ട് പപ്പടത്തിന് 2 ലിറ്ററോളം എണ്ണ ചിലവാകുന്നു എന്നാണ് വീട്ടമ്മമാരുടെ പരാതി. മാത്രവുമല്ല, മോഹൻലാലിന്റെ പപ്പടത്തിന് ലൈസൻസ് ഇല്ല എന്ന ആരോപണവും നിലനിൽക്കുന്നു. അതേസമയം ആന്റണി പെരുമ്പാവൂർ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. പപ്പടം സൂപ്പർ സ്റ്റാർ ശ്രീ മോഹൻലാൽ നേരിട്ട് മാവ് കുഴച്ച് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുന്ന ശുദ്ധമായ പപ്പടമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പപ്പടം വാങ്ങിയ വീട്ടമ്മമാർ പെരുവഴിയിലാകുമോ? ഇന്നത്തെ ചർച്ചാ വിഷയം മോഹൻലാലിന്റെ പപ്പടമാണ്. മോഹൻലാൽ പപ്പടം. എന്റെ പപ്പടം കാശായിട്ട് തരണമെന്നില്ല. പപ്പട വിവാദത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ നമ്മോടൊപ്പം പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ അലസൻ നായർ തിരുവനന്തപുരം ഫ്ലോറിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം സർ. താങ്കൾ ഈ പപ്പട വിവാദത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനിപ്പോൾ മോഹൻലാലിൻ്റെ പപ്പടം തിന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ടേസ്റ്റുള്ള പപ്പടമാണ് ഈ മോഹൻലാൽ പപ്പട. പപ്പടത്തിൻ്റെ രുചിയെക്കുറിച്ച് ഇവിടെ തർക്കമില്ല. പക്ഷേ പപ്പടം പൊള്ളിച്ചെടുക്കാൻ 2 ലിറ്ററോളം എണ്ണ വേണ്ടി വരുന്നു എന്നതാണ് വീട്ടമ്മമാരുടെ പരാതി. മോഹൻലാലിനെ വിശ്വസിച്ച് പപ്പടം വാങ്ങിയ വീട്ടമ്മമാർ പെരുവഴിയിലാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വസ്തുത വിരുദ്ധങ്ങളായ കാര്യങ്ങളിലേക്കാണ് നിങ്ങളെപ്പോഴും വിരൽ ചൂണ്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും പ്രേക്ഷകരിലേക്ക് അത്തരം വാർത്തകളാണ് നിങ്ങൾ എത്തിക്കുന്നത്. നിങ്ങൾ പപ്പടത്തിൻ്റെ രുചിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന എണ്ണയെക്കുറിച്ചോ അല്ല ശരിക്കുമുള്ള ഈ ഒരു പ്രശ്നത്തെ കാണേണ്ടത്. ശരിക്കുമുള്ള പ്രശ്നം എന്ന് പറയുന്നത്
ഈ പപ്പടം മൈദ കൊണ്ടുണ്ടാക്കിയോ കടലമാവ് കൊണ്ടുണ്ടാക്കിയോ എന്നുള്ളതല്ല അതിൻ്റെ പ്രശ്നം. ഈ പരസ്യം നമ്മുടെ സമൂഹത്തിലോട്ട് വയ്ക്കുന്ന പ്രതിലോമകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഉദാഹരണത്തിന് ഈ പപ്പടം ഈ പപ്പടത്തിന്റെ പരസ്യത്തിന്റെ അവസാനം ശ്രീ മോഹൻലാൽ വന്ന് പറയുന്നത് കാശായിട്ട് തരണമെന്നില്ല എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിലൂടെ ഈ കുത്തക മുതലാളി കമ്പനികൾ ഇതുപോലുള്ള ഒരു താരത്തിനെ ഉപയോഗിച്ചുകൊണ്ട് പപ്പടം വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്? വളരെ മുമ്പ് കുറച്ചു കാലം മുമ്പ് അദ്ദേഹം പറയുകയുണ്ടായി, വൈകിട്ട് എന്താ പരിപാടി എന്ന് അദ്ദേഹം ഒരു പരസ്യത്തിന്റെ അവസാനം ചോദിക്കുകയുണ്ടായി. അത് തന്നെ വിവാദമായതാണ്. അല്ല, അത്തരം കാര്യം വേണമെങ്കിൽ നമുക്ക് മാറ്റി വെച്ചുകൂടെ? അതായത് ശ്രീ മോഹൻലാൽ നമുക്കറിയാം, അദ്ദേഹം ഒരു തമാശപ്രിയനാണ്, തമാശക്കാരനാണ്, സരസനാണ്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആ ഒരു വാക്യം പ്രയോഗിച്ചതാകാം. നിങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധ ഊന്നേണ്ടത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടേണ്ടത് ശരിക്കുമുള്ള ഈ പരസ്യം വയ്ക്കുന്ന പ്രതിലോമകരമായ കാര്യങ്ങളിലേക്കാണ്. കാശായിട്ട് തരണമെന്നില്ല, ആ ഒരു കാര്യത്തിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം, പപ്പടം നല്ല രുചിയുള്ള പപ്പടമാണ്. ഞാൻ ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ മോഹൻലാൽ പപ്പടം, എൻ്റെ പപ്പടം ഒരു 2-3 കെട്ട് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ആ പരസ്യത്തോട് എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പോൾ ശ്രീ മോഹൻലാൽ പപ്പട വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നമ്മോടൊപ്പം ഫ്ലോറിലെത്തിയിട്ടുണ്ട്. സാർ, താങ്കളുടെ ഈ പപ്പട വിവാദം, അതായത് ആനക്കൊമ്പ് വിവാദത്തിന് തൊട്ടു പുറകെയാണ് പപ്പട വിവാദവും ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പപ്പടത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എണ്ണ വേണ്ട എന്ന ഒരു പരസ്യവാചകം അതിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എന്റെ പപ്പടത്തിന് എണ്ണ വേണ്ട. താങ്കളെ വിശ്വസിച്ച് പപ്പടം വാങ്ങിയ വീട്ടമ്മമാർ പെരുവഴിയിലാകുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം. ഇതിനെക്കുറിച്ച് താങ്കൾ എന്താണ് പ്രതികരിക്കുന്നത്? പുതിയ തീപ്പൊരി പറക്കും. ഏറ്റവും കുറഞ്ഞ പക്ഷം താങ്കൾ ഇനി ഈ പപ്പട നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അതോ ഇവിടെ വെച്ച് പപ്പടത്തിൻ്റെ കച്ചവടം അവസാനിപ്പിക്കുകയാണോ? സാർ, ഞാൻ ചോദിച്ചതിന് താങ്കൾ മറുപടി തന്നില്ല. ക്ഷമിക്കണം, മോഹൻലാൽ നമ്മോടൊപ്പം സംസാരിക്കാൻ അദ്ദേഹവുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്.